എത്ര ഇളകാത്ത മേക്കപ്പ് ആയാലും ഇതുപോലെ ചകിരി വെച്ച് പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. സിമ്പിളായിട്ട് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. അതെങ്ങനെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. 3 ടിപ്സാണ് മെയിനായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടു നോക്കുക. സ്കിന്നിന് ഒട്ടും ഡാമേജ് ആവാതെ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള മേക്കപ്പ്സ്, നമുക്ക് സ്മച്ച് പ്രൂഫ് ആയിട്ടുള്ള മേക്കപ്പ്സ് ഒക്കെ റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ വെൽക്കം ടു മൈ കുട്ടി യൂട്യൂബ് ഫാമിലി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഹെവി മേക്കപ്പ് ചെയ്യുന്നവർക്കും അല്ലാതെ കണ്ണെഴുതി ലിപ്സ്റ്റിക്കൊക്കെ ഇടുക, വല്ലപ്പോഴും കൂടെ മാത്രം മേക്കപ്പ് ചെയ്യുക എന്നുള്ളവരാണെങ്കിൽ പോലും നമുക്കത് റിമൂവ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ കുറച്ച് ഹെക്റ്റിക് ആയിട്ടുള്ള കാര്യവുമാണ്. ഫുള്ളായിട്ട് പോയിട്ടില്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഡാമേജ് ആക്കുക ഇത് തന്നെ ഏറ്റവും വലിയ കാരണമായിട്ട് മാറും. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം ഞാനിങ്ങനെ എൻ്റെ കയ്യിലുള്ള സ്മച്ച് പ്രൂഫ്, വാട്ടർ പ്രൂഫ് ആയിട്ടുള്ളതും അല്ലാത്തതും ആയിട്ടുള്ള മേക്കപ്പൊക്കെ ഞാനിങ്ങനെ കയ്യിൽ അപ്ലൈ ചെയ്യാണ്. കയ്യിലാവുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും, കാണാനും പറ്റും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്ത ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് സ്മച്ച് പ്രൂഫ് ഒക്കെയാണ് കേട്ടോ. ഞാനിപ്പോൾ തൊട്ട് കാണിക്കാം. ഇത് ഞാൻ റിമൂവ് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് ഡ്രൈ ആവണം, എന്നാലേ അത് സ്മച്ച് പ്രൂഫ് ആവുള്ളൂ. വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള മസ്കാരയൊക്കെയാണ് ഞാൻ യൂസ് ചെയ്തത്. ഇപ്പോൾ ഞാൻ അറിയാതെ കാണിക്കാൻ മറന്നിട്ട് ചെയ്യുന്നതാണ്. കണ്ടോ, ഞാനിങ്ങനെ വിരൽ കൊണ്ട് എണ്ണയൊന്നും ആവാത്ത ഭാഗം വരെ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടും അത് ആവുന്നില്ല, സ്മജ് ആവുന്നേ ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ ഓയിൽ യൂസ് ചെയ്തിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്തിട്ടാണ്. കോക്കനട്ട് ഓയിൽ തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ സ്കിന്നിന് ഓക്കെ ആയിട്ടുള്ള ഏത് ഓയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ചിലർക്ക് കോക്കനട്ട് ഓയിൽ സെറ്റ് ആവില്ല, അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഒലിവ് ഓയിലൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യാം, എന്ത് ഓയിലായാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഫേസിൽ യൂസ് ചെയ്യുന്നത് മാത്രം. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് കുറച്ച് വെള്ളം തളിച്ചു കൊടുത്തിട്ടാണ് വാഷ് ചെയ്യുന്നത്. ഇങ്ങനെ തുടച്ചെടുക്കുന്നത് വൈപ്പ് ചെയ്ത്. കാര്യം ഇത് നമ്മൾ വെള്ളം തളിച്ച് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാര്യം വെറും എണ്ണ മാത്രമല്ലേ, പിന്നെ ടിഷ്യൂ പേപ്പറൊക്കെ ഒന്ന് നനച്ചു കൊടുത്തിട്ടില്ല. ടിഷ്യൂ പേപ്പറിന് പകരം നമുക്ക് പഞ്ഞി യൂസ് ചെയ്യാം കേട്ടോ. പഞ്ഞിയാണ് ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ ഫേസിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത് യൂസ് ചെയ്യാം. അതിനുശേഷം ഞാൻ യൂസ് ചെയ്യുന്നത് ക്രീമാണ്. നമ്മുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലുണ്ടാവില്ലേ, ഏതെങ്കിലും ഒരു ക്രീം എടുക്കുക, നമ്മുടെ സ്കിന്നിന് ഓക്കെ ആയിട്ടുള്ളത്. കണ്ണിലും ചുണ്ടിലും ഒക്കെ ആണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസറോ നമുക്ക് സ്കിന്നിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന, മുഖത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന എടുത്താൽ മതി. പക്ഷേ കവിൾ വരില്ലേ, നമ്മുടെ കവിളിൻ്റെ ഭാഗം, അവിടെയൊക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ സ്കിന്നിന് ഓക്കെ ആയത് എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിമ്പിൾസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ചുണ്ടിൻ്റെ ചുറ്റുമൊക്കെയും പിമ്പിൾസ് വരാൻ ചാൻസ് ഉണ്ട്. ചുണ്ടിലും നമ്മൾ നോക്കി തന്നെ യൂസ് ചെയ്യണം. കാര്യം ഇത് പാർട്ടിക്കിൾസ് ഇവിടെ നമുക്ക് പറ്റാത്ത സാധനം ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിമ്പിൾസ് ഉറപ്പായിട്ടും വരും. ഇപ്പം ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തത് സാധാരണ ഒരു നമ്മുടെ ഇതുണ്ടല്ലോ, നമ്മുടെ ഒരു നോർമലായിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്ക്, അതിലും ഞാൻ അപ്ലൈ ചെയ്തു. നമ്മുടെ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള മസ്കാരയിലും അപ്ലൈ ചെയ്ത് കൊടുത്തു. പക്ഷേ കണ്ടോ, നമ്മുടെ മസ്കാര റിമൂവ് ആയിട്ടേ ഉണ്ടായിരുന്നില്ല. സോ നമ്മുടെ ലിപ്സ്റ്റിക്ക് മാത്രമാണ് റിമൂവ് ആയത്. സോ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു ലിപ്സ്റ്റിക്കോ അല്ലെങ്കിൽ പോലെയല്ല മറ്റേത്. സോ എല്ലാത്തിനും ഓരോ കെയർ ആവശ്യമാണ്. ഓരോന്നും ഓരോ രീതിക്കാണ് റിമൂവ് ചെയ്യേണ്ടത്. റിമൂവ് ആയി എന്ന് ഉറപ്പ് വരുത്തണം. മസ്കാര ഞാൻ പൊതുവേ റിമൂവ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓയിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു കോട്ടൺ ബഡ്സ് യൂസ് ചെയ്തിട്ടാണ് റിമൂവ് ചെയ്യുന്നത്. ഇത് ഭയങ്കര എളുപ്പമായിട്ട് തോന്നി. വൈറ്റ് കളറിലുള്ള ബഡ്സ്, പഞ്ഞി ഇതൊക്കെ വെച്ച് നമ്മൾ ഒന്നും കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് മുഴുവനും പോയിട്ടുണ്ടോ നമുക്കറിയാൻ പറ്റും. സോ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള മസ്കാര ആണെങ്കിൽ ഇതുപോലെ 2 തവണയൊക്കെ നമ്മൾ ഡീപ്പ് ക്ലീൻ ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് കൈ കാണുമ്പോൾ തോന്നും അത് പോയിട്ടുണ്ടെന്ന്, പക്ഷെ അങ്ങനെയല്ല, അതിൽ കുറച്ചും കൂടെ പാർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു. സോ ഞാൻ രണ്ടാമത് ഒരു തവണ കൂടെ എണ്ണ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടാണ് വാഷ് ചെയ്തത്. വെള്ളം കൂടെ നനച്ചു കൊടുക്കുക. മുഖത്താണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ നമ്മുടെ മുഖത്ത് വെള്ളം കൈ കൊണ്ട് തളിച്ചു കൊടുത്തിട്ട് വാഷ് ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് ഈ എണ്ണമയം മുഴുവനും നമ്മൾ വാഷ് ചെയ്ത് കളയണം. സോപ്പോ ഫേസ് വാഷ് യൂസ് ചെയ്ത് വാഷ് ചെയ്ത് കളയണം. ഇനി അടുത്തതായിട്ട് ഞാൻ മുഖത്ത് ചെയ്ത് കാണിക്കാം. നമ്മുടെ സ്കിന്നിലുള്ള ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൗഡർ തന്നെയായാലും, കോമ്പാക്ട് പൗഡറൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അലോവേര ജെല്ല് വെച്ചിട്ട് നമുക്കത് റിമൂവ് ചെയ്യാവുന്നതാണ്. അലോവേര ജെല്ല് ഇങ്ങനെ എടുക്കുക, കയ്യിലെടുത്തിട്ട് കുറച്ച് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ച് വെള്ളം കൂടെ ചേർത്താലും റോസ് വാട്ടറും കൂടെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഹെവി മേക്കപ്പ് ആണെന്നുണ്ടെങ്കിൽ കോക്കനട്ട് ഓയിലും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ ഏതെങ്കിലും ഒരു ഓയിൽ മാത്രം വെച്ച് നമുക്ക് ഫേസിലുള്ള മുഴുവൻ മേക്കപ്പും റിമൂവ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താ വെച്ചാൽ സ്കിന്നിനെ ഒരിക്കലും ഇറിറ്റേറ്റ് ചെയ്യാൻ പാടില്ല. ചുണ്ടിൻ്റെ ചുറ്റിനും അതുപോലെ തന്നെ ചുണ്ടിൻ്റെ 2 സൈഡിൽ, നമ്മുടെ താടിയുടെയൊക്കെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെ, പിന്നെ നമ്മുടെ കണ്ണിന് താഴെ, ഇവിടെയൊന്നും നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യാൻ പാടില്ല. അപ്പം ഞാൻ ഈ പറയുന്നത് നമുക്ക് അലോവേര ജെൽ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് ചേരുന്ന ഏതെങ്കിലും ക്രീം വേണമെങ്കിലും യൂസ് ചെയ്യാം. നമ്മുടെ ഫേസിലുള്ള മേക്കപ്പ് മാറ്റാനായിട്ട് നമ്മുടെ സ്കിന്നിന് ഏറ്റവും യോജിക്കുന്നത് മാത്രം യൂസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ
നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്ത് കളയുക. കണ്ണിനെടുത്തിട്ടുള്ളതൊക്കെ ആണെങ്കിലും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ക്രീമൊക്കെ നന്നായിട്ട് ഒന്ന് കണ്ണിൻ്റെ ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കണ്ണിനകത്തോട്ട് ആവാത്ത രീതിക്ക് വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ വൈപ്പ് ചെയ്ത് മുഖം മുഴുവനും നന്നായിട്ട് വാഷ് ചെയ്യുക. സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ മേക്കപ്പ് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് ടിപ്സാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.